അപ്പൊ പിന്നെ ഒന്നിച്ച് വന്നൂടായിരുന്നോടാ. എന്തിനാടാ ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നത്? എങ്ങനെ വരണോന്ന് ഞങ്ങളല്ലടാ തീരുമാനിക്കുന്നത്. നീ പറയുന്നത് പോലെ വരാൻ ഞങ്ങളാരാ? നിന്റെ കൂലിക്കാരോ? ഡാ, ആ പുറത്തോട്ട് പോയവന്റെ ധൈര്യത്തിലാണ് നീ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. അല്ലടാ, എനിക്ക് നീ ആരും ധൈര്യം തരേണ്ട കാര്യമൊന്നുമില്ല. ഓ, നീ ഇതിനു മുമ്പ് എന്നെ തല്ലുമ്പോ ഞാൻ നിന്നു കൊള്ളുമായിരുന്നു. ഇത് പക്ഷേ നീ എന്നെ തല്ലിയാലും കൊന്നാലും ശരി, പോകുന്നതിന് മുമ്പ് ഒരെണ്ണമെങ്കിലും ഞാൻ നിന്നെ തിരിച്ചടിക്കോടാ. ഞാൻ ലോകകപ്പിലല്ലായിരുന്നെങ്കിൽ നിന്റെ ഈ സംസാരത്തിനുള്ള മറുപടി ഉണ്ടല്ലോടാ, അത് ഞാൻ തന്നേനെ. ലോകകപ്പിന്ന് നീ ഇറങ്ങിയിട്ട് വാ. അപ്പോഴ് നമുക്ക് നേർക്ക് നേരെ നിന്ന് സംസാരിക്കാം. എന്റെയും ഭാര്യയുടെയും ജോലി കളയിപ്പിച്ചിട്ട് നീ വീട്ടിൽ വന്നു നിന്ന് ആളാവുകയായിരുന്നു. എന്നിട്ട് എന്തായടാ? നിന്റെ വാക്ക് കേട്ട് പുറത്താക്കിയ മാനേജർ തന്നെ മഞ്ജുവിനെ തിരിച്ചെടുത്തില്ലേ? ഇനി തോമസ് സാറിന്റെ കാറിന്റെ വളയം പിടിക്കാനും ഞാൻ പോവോടാ. ഇപ്പോ ജോലിയും കൂലിയും ഇല്ലാത്തത് നിനക്കാടാ. എടാ, കണ്ണൻ സാറും മഹാലക്ഷ്മിയൊക്കെ മഞ്ജുവിന് നല്ല ജോലി പറഞ്ഞതാ. പക്ഷേ ബന്ധങ്ങളെ ചൂഷണം ചെയ്യേണ്ടെന്ന് ഞാനും മഞ്ജുവും കൂടി ഉറച്ചൊരു തീരുമാനം എടുക്കുമായിരുന്നു. ഓ, അങ്ങനെ ഒരു തീരുമാനം നിനക്കെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും കണ്ണൻ സാറും കണ്ണൻ സാറിന്റെ അച്ഛനൊക്കെ ഉണ്ടാക്കിയ മുതലില് കണ്ണും നട്ട് നടക്കുകയല്ലേ നീയും നിന്റെ അച്ഛനും, അതുപോലെ ഉണ്ണിയും ആ ഉണ്ണിയുടെ അമ്മയൊക്കെ. ഒരു സമയത്ത് മഞ്ജു അങ്ങനെയായിരുന്നു, പക്ഷേ അവള് മാറിയടാ. നീയൊക്കെയാണ് ഇപ്പോഴും എച്ചില് തിന്നാൻ നടക്കുന്നത്. നിർത്തടാ. എന്നോട് ആജ്ഞാപിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? നീ ശബ്ദം ഉയർത്തിയാ അതിനേക്കാൾ ശബ്ദം ഉയർത്താൻ എനിക്കറിയാം. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നീ കഞ്ചാവ് കേസിൽ പെടുത്താൻ നോക്കിയതാ. 2 തവണയാ നീ എന്നെ ഈ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. അതിന് പകരമായിട്ട് നീയും 2 തവണ സ്റ്റേഷനിൽ കയറി. അന്ന് പക്ഷേ നിനക്ക് ജാമ്യം കിട്ടി. ഇനി അതായിരിക്കില്ല സ്ഥിതി. നിനക്ക് ഈ തവണ ജാമ്യം കിട്ടില്ലടാ. നീ തോമസ് സാറിന്റെ കാറിൽ 1 കിലോയ്ക്ക് താഴെയാണ് കഞ്ചാവ് വെച്ചത്. പക്ഷേ നിന്റെ കാറിൽ നിന്ന് പോലീസ് കിലോ കണക്കിനാണ് കഞ്ചാവ് കണ്ടെടുത്തത്. അതുകൊണ്ട് ഏത് വക്കീൽ വന്നാലും നിനക്ക് കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ആദ്യം ഞാൻ തിരഞ്ഞു വരുന്നത് നിന്നെ ആയിരിക്കും. പോര്, നീ തിരഞ്ഞു വരേണ്ട കാര്യമൊന്നുമില്ല. നീ വിളിക്കുന്നിടത്തേക്ക് വരാൻ എനിക്ക് നിന്നെ ഒന്നും പേടിയില്ലടാ. ദേ, കയ്യിലെ താഴമ്പൊക്കെ പൊട്ടി തുടങ്ങി. മെക്കാട് പണി എടുത്തതിൻ്റെയാ. അറിയാലോ, എനിക്ക് കുടുംബം പുലർത്താൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാന്ന്. അത് നിനക്ക് ഇന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ മാർക്കോയും ലോപ്പസും ഒക്കെ എന്റെ കൂടെ തന്നെ ഉണ്ടടാ. അതുകൊണ്ട് ഇടി കൊണ്ട് ചാവാതെ സ്വന്തം തടി ഇതുപോലെ തന്നെ അങ്ങ് നിലനിർത്താൻ നോക്കടാ. എടോ